ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഇത് നല്ലൊരു ഫാസ്റ്റിംഗ് മെത്തേഡ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെൽസിനെ, ബോഡിയിലുള്ള സെല്ലുകൾക്ക് ഒന്ന് റിപ്പയർ ചെയ്യാനുള്ള ടൈമും അതുപോലെ തന്നെ ശരീരഭാരവും കുറയ്ക്കാനുള്ള നല്ലൊരു മെത്തേഡാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു 2-3 ദിവസം ഈ ഒരു ഫാസ്റ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്യാൻ നോക്കുക. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ വ്യായാമങ്ങളും ചെയ്യുക. വ്യായാമങ്ങളും ഇതും ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന വ്യായാമങ്ങൾ ഇത് ശരീരത്തിലെ ടോട്ടൽ ആയിട്ടുള്ള ഫാറ്റിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ പിടിച്ചു നിർത്താനും നല്ല വ്യായാമങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം, ഏത് പൊസിഷനിൽ ഫോക്കസ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ട് അതോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പ്ലാങ്ക് പോസിൽ നിന്നിട്ടുള്ള ഒരു വ്യായാമമാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പ്ലാങ്ക് പോസിൽ ഹോൾഡ് ചെയ്യുക. ആദ്യത്തെ റൗണ്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുട്ടുകാല് ഇതുപോലെ നിലത്ത് മുട്ടിച്ചു വെക്കാം. ഇതുപോലെ നിൽക്കുന്നതാണ് കുറച്ചുകൂടി എഫക്റ്റീവ്. പറ്റുമെങ്കിൽ കൈ കുറച്ചുകൂടി സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക. പറ്റുമെങ്കിൽ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വലതു കൈ എടുത്ത് നിങ്ങൾ ഇടത് ഷോൾഡറിൽ തൊടുക. അതിനുശേഷം പ്ലാങ്ക് പോസിൽ വരിക. ഇടത് കൈ വലത് ഷോൾഡറിൽ ഇതുപോലെ തൊടുക. പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ നമ്മൾ മാറി മാറി റൈറ്റ് സൈഡ് ഒരു 5 റൗണ്ട്, ലെഫ്റ്റ് സൈഡ് 5 റൗണ്ട്, ടോട്ടൽ 10 റൗണ്ട്. അതായത് 5 റൗണ്ടാണ് നമ്മൾ ടോട്ടൽ ചെയ്യാൻ പോകുന്നത്, 10 തവണ. അപ്പോൾ ആദ്യം പ്ലാങ്ക് പോസിൽ വരിക. നിങ്ങൾ ഇതുപോലെ കൈ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ മുട്ടുകൾ നേരത്തെ ടച്ച് ചെയ്ത് വെക്കാം. പറ്റുന്ന പോലെ വരിക. ഇനി കോർ മസിൽസ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ആദ്യം വലതു കൈ ഇടത് ഷോൾഡറിൽ തൊടുക. പ്ലാങ്ക് പോസ്. ഇടത് കൈ വലത് ഷോൾഡറിൽ തൊടുക. പ്ലാങ്ക് പോസ്. ഒരു റൗണ്ട്. വലതു കൈ ഇടത് ഷോൾഡറിൽ തൊടുക. പ്ലാങ്ക് പോസ്. ഇടത് കൈ വലത് ഷോൾഡറിൽ തൊടുക. പ്ലാങ്ക് പോസ്. നിങ്ങൾ കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. വലതു കൈ ഇടത് ഷോൾഡറിൽ. പ്ലാങ്ക് പോസ്. ഇടത് കൈ വലത് ഷോൾഡറിൽ. പ്ലാങ്ക് പോസ്. 3 റൗണ്ടായി. വലതു കൈ ഇടത് ഷോൾഡറിൽ. പ്ലാങ്ക് പോസ്. ഇടത് കൈ വലത് ഷോൾഡറിൽ. പ്ലാങ്ക് പോസ്. 5ാമത്തെ റൗണ്ട്. വലതു കൈ ഇടത് ഷോൾഡറിൽ. പ്ലാങ്ക് പോസ്. ഇടത് കൈ വലത് ഷോൾഡറിൽ. പ്ലാങ്ക് പോസ്. ഇനി നിങ്ങൾ പ്ലാങ്ക് പോസിൽ തന്നെ ഒരല്പസമയം ഹോൾഡ് ചെയ്യുക. അത് കോർ മസിൽസിന് വളരെ നല്ലതാണ്. ടയേർഡ് ആവുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ചൈൽഡ് പോസിൽ ഇതുപോലെ. നമ്മൾ ഈ ഹിപ്പിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഗാലഭ്യാസനമാണ് ചെയ്യുന്നത്, ഒരു സൈഡ് ബെൻഡിങ്. അപ്പോൾ അതിനായി ഇതുപോലെ മുട്ടുകുത്തി നിൽക്കുക. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇതുപോലെ നിന്നതിന് ശേഷം നിങ്ങൾ വലതുകാല് അല്ലെങ്കിൽ ഇടതുകാല് ഇതുപോലെ പുറത്തേക്ക് വെക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് കൈ, ഈ കാലിന്റെ ഓപ്പോസിറ്റ് കൈ ഉയർത്തുക. അതിനുശേഷം ശരിക്കും സ്ട്രെച്ച് ചെയ്ത് ഇതുപോലെ ബെൻഡ് ചെയ്യുക. അതിനുശേഷം അപ്പ് ചെയ്യുക. ഇനി റിലാക്സ് ആയി ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് ഹാൻഡ് കൈ അപ്പ് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ബെൻഡ് ചെയ്യുക. ഇതുപോലെ അപ്പ് ചെയ്യുക. അതിനുശേഷം ഡൗൺ ചെയ്യുക. നമ്മൾ 5 റൗണ്ടാണ് ഓരോ സൈഡും ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. നിങ്ങൾ പറ്റുന്നത്ര സ്ട്രെച്ച് ചെയ്യുക, ആവുന്നത്ര ഈ ഒരു പൊസിഷൻ. ഞാൻ ബിഗിനേഴ്സിന് ചെയ്യേണ്ട രീതിയിലാണ് ചെയ്യുന്നത്, ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. കാല് പുറത്തേക്ക് വെക്കുക. ഇടതുകാൽ പുറത്തേക്ക് വെക്കുക. ഇനി നമുക്ക് ആരംഭിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വലതു കൈ ഉയർത്തുക. ഇടത് കാലിൽ വെക്കുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ. ഇടത് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. വലത് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇൻഹേൽ അപ്പ്. ഒരു റൗണ്ട്. എക്സേൽ ബെൻഡ്. ഒരല്പസമയം ഹോൾഡ് ചെയ്യുക. ഇൻഹേൽ അപ്പ്. 2 റൗണ്ട്. എക്സേൽ ബെൻഡ്. ഇൻഹേൽ അപ്പ്. 3 റൗണ്ട്. എക്സേൽ ബെൻഡ്. ഇൻഹേൽ അപ്പ്. 4 റൗണ്ട്. ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം. എക്സേൽ ബെൻഡ്. ചെസ്റ്റ് ഓപ്പൺ ചെയ്യണം.
ഇൻഹേൽ അപ്പ്. 5 റൗണ്ട്. അതിനുശേഷം റിലാക്സ് ആവുക. ഇനി ഇടതുകാൽ നേരെ വെച്ച് വലതുകാൽ പുറത്തേക്ക് വെക്കുക. ഇനി ഇടത് കൈ അപ്പ് ചെയ്യുക. ആവുന്നത്ര നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. വലത് കൈ വലത് കാലിൽ വെക്കുക. സ്ട്രെച്ച് ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, ബെൻഡ്, ഇൻഹേൽ അപ്പ്. 1 റൗണ്ട്. എക്സേൽ, ബെൻഡ്, മാക്സിമം ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇൻഹേൽ അപ്പ്, എക്സേൽ, ബെൻഡ്, മാക്സിമം ഇൻഹേൽ അപ്പ്. 3 റൗണ്ട്. എക്സേൽ, ബെൻഡ്. ഞാൻ തുടക്കക്കാർക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്, അധികം സ്ട്രെച്ച് ചെയ്യുന്നില്ല. ഇൻഹേൽ അപ്പ്. 4 റൗണ്ട്. അവസാന റൗണ്ട്. എക്സേൽ, ബെൻഡ്, ഇൻഹേൽ അപ്പ്. ഇനി ഇടത് കൈ റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റിൽ റിലാക്സ് ആവാം. പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു 5 or 10 തവണ കൂടി ചെയ്യുക. മാക്സിമം ചെയ്യുമ്പോൾ അത്രയും കൊഴുപ്പ് ശരീരത്തിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കഴിയുമെങ്കിൽ 1-2 റൗണ്ട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.